പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും ഓരോ അവസരങ്ങളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുവാനുള്ള ഒരവസരം. ഇന്നേ ദിവസം നമ്മളുടെ ചുറ്റും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അത് പ്രായാധിക്യം പോലുള്ള അവശത അനുഭവിക്കുന്നവരാകാം, അതല്ലെങ്കിൽ രോഗമോ അപകടമോ മൂലം ആശുപത്രിയിൽ കഴിയുന്നവരാകാം, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നത്, അങ്ങനെ നിരവധിയായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ അതിന് ഏതെങ്കിലുമൊക്കെ വ്യഥകൾ അനുഭവിക്കുന്നവരാകാം. നമ്മൾക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാൻ വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഇന്ന് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന തിരുവചനം എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇതാണ്: നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കും വരെ നീണ്ടുപോകാതിരിക്കട്ടെ. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളോടും എതിർപ്പുണ്ടാകാം. പല വ്യക്തികളുടെ പ്രവർത്തന രീതികളോട്, അഭിപ്രായത്തോട് നമ്മൾക്ക് ദേഷ്യമുണ്ടാകാം. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ പ്രകോപിപ്പിച്ചേക്കാം. നമ്മൾ കോപിക്കാം. ആ ഒരു അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വർജിക്കേണ്ടുന്ന തിന്മകളെക്കുറിച്ചാണ്. വാക്കുകൾ കൊണ്ട് നിങ്ങൾ ആരെയും വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉണ്ടാകാതിരിക്കട്ടെ. അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പറയുന്നു, മോഷ്ടാക്കൾ ഇനി മുതൽ മോഷ്ടിക്കാതെ അവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുവാൻ വേണ്ടി തങ്ങളുടെ കരങ്ങൾ ഉപയോഗിച്ച് അധ്വാനിക്കട്ടെ എന്ന്. നമ്മൾക്ക് ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം എന്ന് തന്നെയാണ്. തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്കുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ശാന്തമായിരിക്കും. അസ്വസ്ഥതയില്ലാതെ സ്വസ്ഥമായിരിക്കും നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപാട് ഉന്മേഷത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിലെത്തുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്താത്തതിന്റെ കാരണം നമ്മൾക്ക് ഏകാഗ്രതയോടുകൂടി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെ ഏകാഗ്രതയോടുകൂടി ചിന്തിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾക്ക് മറ്റു പലരോടും പകയും വിദ്വേഷവും ഉള്ളതുകൊണ്ട്, നമ്മൾ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മളുടെ പകയും വിദ്വേഷത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനു വേണ്ടുന്ന, അവർക്ക് എന്തെങ്കിലും നാശം വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മളുടെ മനസ്സ് അത് ശാന്തമായിരിക്കണം. ആ മനസ്സ് ശാന്തമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ സഫലമാക്കുവാനായിട്ട് സാധിക്കും. ഇതിന് വേണ്ടുന്നത് ശാന്തമായ മനസ്സ് മാത്രമല്ല, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് കൂടി വേണം. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരായിട്ട് മാറുന്നത്. ഈ ദിവസം നിങ്ങൾക്ക് ഏവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും സമൃദ്ധിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കൂടി നിങ്ങൾ ഒന്ന് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.